ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ വീണ്ടും ഗൈസ് അവിടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D കളൊക്കെ ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിട്ടുന്നത് സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് എന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൊടുന്ന് നമ്മൾ ചെയ്ത വീഡിയോസുകളൊക്കെ അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വീഡിയോസുകളൊക്കെ ഷെയറുകളൊക്കെ ചെയ്തെടുക്കുക, എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം. അതേപോലെ തന്നെ വീഡിയോസ് എല്ലാവരും കാണുക, എവിടെ നമ്മുടെ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കാണുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, നിങ്ങളെല്ലാവരും വീഡിയോസുകളൊക്കെ കാണുക. നിങ്ങൾ കുറേ പേരൊന്നും വീഡിയോസുകളൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, എല്ലാവരും മറക്കാതെ തന്നെ കാണാം. ഓരോ ടൈമിലൊക്കെയാണ് ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ഇട്ടിരുന്നത്. ഓക്കെ, ടൈമില്ല കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പല ടൈം ഞാൻ എന്തായാലും ചെയ്യണം. ഓക്കെ, സത്യം പറഞ്ഞാൽ പെർമനൻ്റ്ലി നമുക്കൊരു ടൈമില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഡെയിലി വീഡിയോ ഉണ്ടാവും, പക്ഷേ ചില ദിവസങ്ങളൊന്നും കാണില്ല, അതെനിക്ക് ചെറിയ തിരക്കിലാണ് കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോ ആണ്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് ഞാൻ നല്ല രാവിലെ തന്നെ എണീറ്റിട്ട് ചുമ്മാ ഇങ്ങനെ വായി നോക്കി നിൽക്കുകയായിരുന്നു കേസ്. ഓക്കെ, അതേപോലെ തന്നെ രാവിലെ തന്നെ എണീറ്റപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ലാമറുകളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് വെച്ചാൽ അവനുകളൊക്കെ പുതിയൊരു വണ്ടികളൊക്കെ എന്തായാലും വാങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അവൻ വാങ്ങിയോണ്ട് തന്നെ ഉണ്ടാവും പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ആ വണ്ടി നിൻ്റെയിലൊന്നും ഇല്ലാത്ത ഭയങ്കര റെയറായിട്ടുള്ള ഒരു കിടില വണ്ടിയാണ്, ഭയങ്കര എക്സ്പെൻസീവ് വണ്ടിയാണെന്നൊക്കെ പറയാം. കുറേ തള്ള കടിച്ച് രാവിലെ തന്നെ വിളിച്ചെന്നെ ശല്യം ചെയ്തു. ഓക്കെ, അപ്പോൾ അവൻ്റെ വണ്ടി ഒന്ന് കാണാൻ എന്തായാലും പോകണം. അവൻ എന്തായാലും എന്നോട് വീട്ടിൽ വരെ വരാൻ പറയാം അവൻ്റെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തായാലും അതുവരെ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. അവൻ്റെ ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അവൻ്റെ മെയിൻ പണിയെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വല്ല ആക്രി വണ്ടി വല്ല വാങ്ങിച്ചിട്ട് പെടയായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ട് വിൽക്കുക ഗൈസ്. ഓക്കെ, ഒരാഴ്ച ഓടിച്ചിട്ട് അവൻ വിൽക്കും. ഓക്കെ, അവൻ്റെ പിന്നെ പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു ഏതാണ് പഴയ ഒരു മഹീന്ദ്ര താറായിരുന്നു. ഓക്കെ, അവൻ്റെ പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, നോർമലായിട്ടുള്ള പഴയ ഒരു മഹീന്ദ്ര താർ. ഓക്കെ, നമ്മുടെ 3 ഡോറില്ല അതാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ പിന്നെ 5 ഡോർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തു. ഓക്കെ, അവൻ പറഞ്ഞ് നിന്നെ കൊണ്ടൊന്നും ആ വണ്ടി വാങ്ങാൻ പറ്റില്ലെന്ന്. ഓക്കെ, പക്ഷെ നമ്മളതിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇമ്പോർട്ട് ചെയ്ത് വരുത്തണ്ട, അതാണ് ഇച്ചിരി പണിയൊക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് പോകാം. ഓക്കെ, അവൻ്റെ വണ്ടി ഏതെന്ന് എനിക്ക് നോക്കണം കേസ്. ഓക്കെ, നോക്കിയിട്ട് തന്നെ കാര്യം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് നേരെ എന്തായാലും ജെറ്റ് വിട്ടോലെ നേരെ നമുക്ക് എന്തായാലും നമ്മുടെ ലാമറിൻ്റെ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് അവൻ്റെ വണ്ടി ഏതാണെന്ന് എനിക്ക് നോക്കണം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ലാമറിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോവാം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ലാമറിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ലാമറിൻ്റെ വീട്ടിലോട്ട് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അല്ല, വെയിറ്റ് എ മിനിറ്റ്. നമ്മുടെ ലാമറിൻ്റെ വീട്ടിൽ കിടന്ന ആ മഹീന്ദ്ര താറില്ലേ, ആ വണ്ടി ഇവിടെ പോയി. എൻ്റെ പൊന്നെ ഗൈസ്, അങ്ങോട്ട് നോക്ക്. നമ്മൾ ലാമറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാര്യമാണ്. ആ മഹീന്ദ്ര താറിന് പകരം ഇവിടെ വേണ്ട ഒരു റോൾസ് റോയ്സ് കിടക്കണ. എൻ്റെ പൊന്നെ, ഒന്നും പറയല്ല ഗൈസ്, ലാമർ റോൾസ് റോയ്സ് ഒക്കെ എടുത്താ ചിലപ്പോൾ തള്ളടായിരിക്കും ഗൈസ്. അവിടെ കാർ ഷെഡിലാ ഗാരേജിലാ വല്ലെടുത്ത് അവൻ്റെ മഹീന്ദ്ര താറ് കൊണ്ട് ഒളിപ്പിച്ചിട്ടിട്ടായിരിക്കും. അവനെ കൊണ്ട് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല കേസൊക്കെ. അവൻ്റെ കയ്യിൽ അത്രയ്ക്ക് പൈസയൊന്നും ഇല്ല കേസൊക്കെ, എന്നാലും അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാലും കേസ് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഇത് ലാമറിൻ്റെ ആണോ എന്ന്. ഓക്കെ, പക്ഷെ ഇവിടെ ഒന്നും അവനെ കാണാനില്ല. എടാ ലാമറേ, എവിടെയാടാ നീ? എടാ ലാമറേ, അയ്യോ ലാമറെ കാണാനില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അവൻ വല്ലയിടത്ത് കുളിക്കാനോ വല്ലതും പോയായിരിക്കും. ഓക്കെ, ലാമറൊന്നും ഇവിടെ പോയാത്തോ. എടാ ഫ്രാങ്ക്ലിനോ, നീ വന്നോടാ? ഓ, നിന്നെ കാത്ത് എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ ബോറടിച്ച് ഞാൻ വെളിയിൽ പോയിരുന്നു. ഇപ്പം നീ വന്നല്ലോ മോനെ. എൻ്റെ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാമോ? നിന്റെ വണ്ടിയാണെന്ന് തന്നെ എങ്ങനെയാടാ ഞാൻ വിശ്വസിക്കും?
നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലടാ ലാമറെ. കാരണം ഞാൻ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പേപ്പറൊക്കെ എടുത്ത് നോക്ക്. എവിടെ ഞാൻ നോക്കട്ടെ. ഇതാ വണ്ടിയുടെ കീ ഇതാ. വണ്ടികൾ അടിച്ചോണ്ടേ നിന്നെ നോക്കിക്കോളാം ഫ്രാങ്ക്ലിനെ. പിന്നെ നീയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ഒന്ന് പോയടാ അവിടെ നിന്ന്. ഗായ്സ്, ഈ ലാമർ പറഞ്ഞ ശരിയാണ്. ഇതിൻ്റെ അകത്തുള്ള പേപ്പേഴ്സൊക്കെ കണ്ടാ എല്ലാത്തിലും ഇവൻ്റെ പേര് ഇവൻ്റെ ആ ചപ്പളങ്ങ മോന്തയാണ് ഒട്ടിച്ചേക്കണത്. എടാ ലാമറെ, എന്നാലും നീ റോൾസ് റോയ്സ് എടുത്താടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാലും നിനക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടിയ? എടാ ഫ്രാങ്ക്ലിന് ഒരു കാര്യം പറയാം, നീ പുറത്തത് പറയല്ലേ, എന്നാ നാറ്റിക്കല് നീ. എടാ ഞാനാണെങ്കിൽ അന്നാണെങ്കിൽ ഒരു ബാങ്ക് റോബ് നടത്തിയല്ലോ. അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ $1 മില്യൺ കിട്ടി. ഈ വണ്ടിയുടെ എക്സാക്ട്ലി പ്രൈസ് എന്ന് വെച്ചാൽ എത്രയാണ്, 18 മില്യനാണ്. ഞാൻ $1 മില്യൺ കൊടുത്ത് ലോണിന് ഈ വണ്ടി അങ്ങ് എടുത്ത്. ഇപ്പോഴല്ലേ കാര്യം വെളിയെ വന്നാ. ഇത് റോബ് ചെയ്തുണ്ടാക്കിയ പൈസ അല്ലാതെ ഇവൻ്റെ ഒന്നുമില്ല. അപ്പം ഈ വണ്ടിയൊക്കെ നീ അടിച്ചു മാറ്റി എടുത്താണ്, ഈ കവാസാക്കി നിഞ്ചയൊക്കെ. ഒന്ന് പോടാ അവിടെ നിന്ന്. അതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചേ. റോബ് ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊടുത്ത് വാങ്ങിച്ചോ. അയ്യോ എടാ, നീ എൻ്റെ ബൈക്ക് തള്ളിട്ടാ, സോറിടാ. എന്നാലും എനിക്ക് നിന്റെ റോൾസ് റോയ്സ് നല്ല ഇഷ്ടപ്പെട്ടാ. എന്നാലും നീ തകർത്തുകളാ. എടാ നീ എവിടുന്നാടാ ഈ വണ്ടി എടുത്താ? നൈസായിട്ടാണ് കേട്ടോ, നല്ല അടിപൊളി ഗോൾഡ് റാപ്പ് അടിച്ച വണ്ടി, സൂപ്പർ, നല്ല ഇഷ്ടപ്പെട്ട എനിക്ക്. നീ എന്തിനിപ്പോ പറഞ്ഞ ഗോൾഡ് റാപ്പാ? എടാ പോടാ അവിടെ. ഇത് ഒറിജിനൽ ഗോൾഡടാ, അല്ലാതെ നോർമലായിട്ടുള്ള റോൾസ് റോയ്സിൻ്റെ ഈ ഒരു മോഡലിനാണെങ്കിൽ വെറും 14 മില്യണേ ഉള്ളൂ. ബാക്കി 4 മില്യൺ ഈ വണ്ടിയുടെ ഈ ഒരു ഗോൾഡിൻ്റെ ഈ ഒരു കോട്ട് ചെയ്തേക്കണതാണ്. കോട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച ഗോൾഡിൻ്റെ ഈ ഒരു സംഭവം ചെയ്തേക്കണം. ഇത് പ്യുവർ ഗോൾഡാണ്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക്. വേണ്ട നീ ചെക്ക് ചെയ്യണ്ട. അതിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾഡ് റോൾസ് റോയ്സ്. വേണമെങ്കിൽ കണ്ണോർ നോക്ക്. അല്ല പിന്നെ എടാ, ഇത് പ്യുവർ ഗോൾഡാണ്. നിന്നെ കൊണ്ടൊന്നും ഇത് വാങ്ങാൻ പറ്റില്ല. നിന്നെ കൊണ്ട് താറും ഫോർച്യൂണറൊക്കെ വാങ്ങാൻ പറ്റും. എനിക്ക് ഈ ഫോർച്യൂണറും താറൊക്കെ വാങ്ങാൻ പറ്റിയ പിന്നെ എന്താ എനിക്കൊരു നല്ല വണ്ടി വെച്ചാൽ നോക്കിക്കോ. ഞാനൊരു ചലഞ്ച് ചെയ്യാണ്. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഞാൻ നോക്കിക്കോ, ഇതേപോലത്തെ ഒരു പെട വണ്ടി ഞാൻ വാങ്ങും. നോക്കിക്കോ. നമുക്ക് കാണാം ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ. അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? അഥവാ നീ ഇത് രാത്രിക്കുള്ളിൽ ഒരു അടിപൊളി ഒരു പെട വണ്ടി വാങ്ങണമെങ്കിൽ ഞാനാണേ പറയണത്, എൻ്റെ അമ്മയാണോ സത്യം? പിന്നെ എടാ ഞാൻ പറയാം, പോടാണത് നീ തരയൊന്നുമില്ല. ഇല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയണം, എൻ്റെ അമ്മയാണോ സത്യം. ഞാൻ ഈ കാണുന്ന റോൾസ് റോയ്സ് നിനക്ക് തരണം ഫ്രാങ്ക്ലിന്. നീ രാത്രിക്കുള്ളിൽ തന്നെ ആ വണ്ടി കൊണ്ട് കാണിച്ചു തന്നാൽ നിനക്ക് അപ്പം തന്നെ ഈ റോൾസ് റോയ്സ് ഞാൻ തരും. നോക്കിക്കോ, ഇതിൻ്റെ ലോണൊക്കെ ഞാൻ അടച്ചോളാം. അതുമാത്രമല്ല, ഇതിലെങ്ങാനും നീ തോറ്റ് കഴിഞ്ഞാൽ നിന്റെ ഫോർച്യൂണറോ മഹീന്ദ്ര താറോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഞാൻ അങ്ങ് എടുക്കും. ശരി, ബെറ്റ് വെച്ച്. അപ്പോൾ നമുക്കപ്പോൾ വൈകിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം ഞാനും ലാമറും കൂടെ ഒരു ചലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ചലഞ്ചിൽ ജയിച്ചാൽ പറ്റും, അല്ല ശരിയാവത്തില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. പെട്ടെന്ന് നേരെ ലക്ഷറി ഓട്ടോ വെഹിക്കിൾസിലോട്ട് പോകാം ഗൈസ്. അവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ ലക്ഷറി കാറുകളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ലക്ഷറി കാർ വേണം ഗൈസ്. ഇവൻ്റെ കാറായിട്ട് മുട്ടാൻ പറ്റുന്ന ഒരു കാർ. മുട്ടാൻ പറ്റുന്ന ഉദ്ദേശിച്ച സ്പീഡല്ല, അത്യാവശ്യം നല്ല വിലയൊക്കെ ഉള്ള ഒരു കാറാണ്. എങ്ങനെയെങ്കിലും നമുക്കൊരു അടിപൊളി ഒരു വണ്ടി ഒപ്പിക്കണം ഗൈസ്. അല്ലെങ്കിൽ ശരിയാകത്തില്ല. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോർച്യൂണറോ താറോ കൊടുക്കേണ്ടി വരും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എന്തായാലും ഷോറൂമിലോട്ട് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഷോറൂമിലൊക്കെ വന്ന് നമ്മളങ്ങനെ വണ്ടികളൊക്കെ നോക്കി. ഇവിടെ എല്ലാ കേസും ഉള്ളതെന്ന് വെച്ചാൽ പെടായിട്ടുള്ള കിടില വണ്ടിയാണ്. ഈ താഴത്തെ ഫ്ലോറിലൊക്കെ. പക്ഷേ ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഏത് വണ്ടി എടുത്താലും ആ വണ്ടിയുടെ ക്യാഷ് കണക്ക് ഇവിടെ വെച്ചാൽ നമ്മൾ കൊടുക്കണം. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, നമുക്ക് ലോണും ബാക്കി സാധനങ്ങളൊക്കെ എന്തായാലും കിട്ടും. ലോണിൻ്റെ ആവശ്യമില്ല, നമ്മളതിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ കാറ് ഡെലിവറി ചെയ്യണമെങ്കിൽ, അതായത് വെച്ചാൽ ആ കാറ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 6 മാസം വെയിറ്റ് ചെയ്യണം ഗൈസ്. അതാണ് ഇച്ചിരി സീരിയസ്. 6 മാസം വെയിറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു GTR വല്ല ബുക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് 6 മാസം കഴിഞ്ഞാൽ കിട്ടും ഗൈസ്. 6 മാസമൊന്നും പറ്റൂല. ഇന്ന് രാത്രിക്കുള്ളിൽ ഇതിന് പോകണം, അല്ലെങ്കിൽ എൻ്റെ താറോ അല്ലെങ്കിൽ ഫോർച്യൂണറോ എല്ലാം അവൻ എടുത്തോണ്ട് പോകും ഗൈസ്. ഞങ്ങൾ ബെറ്റ് വയ്ക്കുകയും ചെയ്തു. അല്ലെങ്കിൽ സീനില്ലായിരുന്നു, 6 മാസം വെയിറ്റ് ചെയ്യായിരുന്നു. അതേപോലെ തന്നെ വേറെ സീൻ കൂടെ ഉണ്ട്. ഇവിടെ അതിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ടേ അവൻ്റെ മുമ്പിൽ കൊണ്ടേ ഷോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ
അതൊന്നും നടക്കത്തില്ല. ഒരു വണ്ടിയിൽ അടിച്ചു വരാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ അടിച്ചു വരൽ എക്സ്പോർട്ടാണ്. ഇവിടെ വെളിയിൽ കണ്ട കുറേ കറുത്ത വണ്ടി കിടക്കുന്നുണ്ട്. അതൊന്നും വിൽക്കാൻ വെച്ചിരുന്ന വണ്ടിയല്ല, അതൊക്കെ ഇവരെ സ്പെഷ്യൽ ബോഡി ഗാർഡ്സിൻ്റെ വണ്ടിയാണ്. ഇവന്മാരുടെ കയ്യിൽ ഈ വണ്ടി ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, ഇതൊക്കെ വെച്ച് അത്രയും വലിയ ജീവാകണം പിന്നെ ആ കിടക്കുന്ന വണ്ടികളൊക്കെ ഇടിച്ച് മറിച്ചിടാനുള്ള ഭയങ്കര പവർ വണ്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ തന്നെയുള്ള ആ ഡിഫൻഡർ വരെ ഇടിച്ച് മറിച്ചിടാൻ പറ്റും, അത്രയും പവർഫുൾ എഞ്ചിനാണ്. ഓക്കെ, മറ്റേതൊക്കെ പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഡിഫൻഡറിൻ്റെ എഞ്ചിനാണ്, പക്ഷേ ഇതിലൊക്കെ പവർഫുള്ളായിട്ടുള്ള സ്പെഷ്യൽ എഞ്ചിനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഏതെങ്കിലും വണ്ടി അടിച്ചു മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അവന്മാർ നമ്മളെ കൊന്നു കളയും കേസ്. ഓക്കെ, അവന്മാരെ കയ്യിലുള്ള റോക്കറ്റ് ലോഞ്ചറാണ്. ഓക്കെ, ആ വണ്ടി ഉൾപ്പെടെ തന്നെ കത്തിക്കും. ഓക്കെ, അഥവാ നമ്മൾ ചത്തില്ലെങ്കിൽ നമ്മളെ അവന്മാർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടുണ്ട്. അത്രയും പവർഫുൾ ബോഡി ഗാർഡ്സാണ്. ഓക്കെ, രാത്രിയൊക്കെയാണെങ്കിൽ അടിച്ചു മാറ്റായിരുന്നു, പക്ഷെ രാത്രി പറ്റത്തില്ലേ. നമുക്ക് ഇന്ന് വൈകിട്ട് 24 മണിക്കൂർ കംപ്ലീറ്റ് ആവണമെങ്കിൽ മുമ്പേ തന്നെ നമുക്ക് വണ്ടി വേണ്ടി പോയി കാണിക്കണം കേസ്. ഓക്കെ, ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റത്തില്ല കേസ്. ഓക്കെ, അടിച്ചു മാറ്റാൻ അതൊന്നും നടക്കത്തില്ല, അവന്മാർ തന്നെ കൊല്ലും കേസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല, എവിടെന്നെങ്കിലും വണ്ടി സെറ്റാക്കണം. ഓക്കെ, ഇത് പക്ഷെ നല്ലൊരു വണ്ടിയായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റത്തില്ല കേസ്. ഓക്കെ, അതാണ് സീൻ. ഓക്കെ, ഈ ബോഡി ഗാർഡ്സിൻ്റെ വണ്ടി അടിച്ചു മാറ്റിയാൽ അതൊന്നും നടക്കത്തില്ല കേസ്. ഓക്കെ, അമ്മമാരെ ഏതെങ്കിലും ഒരു വണ്ടി തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തീർന്നു. അതിൽ GPS ഒക്കെ ഉണ്ട് കേസ്. ഓക്കെ, അത് മാത്രമല്ല ഇവർ വിൽക്കണ കാരണം അവർ GPS സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ 1 മാസം എന്താ കഴിഞ്ഞ് അവർ കംപ്ലീറ്റ്ലി വണ്ടി അവരെ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് തന്നെ ക്യാഷൊക്കെ കിട്ടിയാൽ GPS ട്രാക്കർ മാറ്റുന്നുള്ളൂ. ഓക്കെ, എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ലോണിൽ എടുക്കണമെങ്കിലാണ്. ഓക്കെ, ലോണായിട്ട് എടുക്കണമെങ്കിലാണ്. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, വണ്ടി വരുമല്ലോ നശിപ്പിക്കണമെന്ന് അറിയണ്ടേ കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, ലോണായിട്ട് എടുക്കുന്ന എല്ലാ വണ്ടിക്കും അവർ GPS വയ്ക്കും. ഓക്കെ, വണ്ടി എവിടെ നിന്നൊക്കെ പോകുന്നുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവർ വണ്ടി വല്ല നശിപ്പിക്കുന്നുണ്ടോ അങ്ങനെയെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങണ വണ്ടിയാണ് അങ്ങനെയൊന്നും തന്നെ. ഓക്കെ, അതുകൊണ്ട് ഫുൾ എമൗണ്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നല്ലേ ഇവിടുത്തെ എല്ലാ വണ്ടി വാങ്ങാനുള്ള പൈസയാണ്, ഈ ഷോറൂമിന് വാങ്ങാനുള്ള പൈസ എൻ്റെ ഉണ്ട്. ഓക്കെ, പക്ഷെ 6 മാസം വരെ വെയിറ്റ് ചെയ്യണം, അത് പറ്റത്തില്ല. ഓക്കെ, എൻ്റെ ഫോർച്യൂണർ പോകുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. ഓക്കെ, ഞാൻ ആലോചിക്കണേന്ന് വെച്ചാൽ നമ്മുടെ ലാമറിൻ്റെ വണ്ടി അങ്ങ് അടിച്ചു മാറ്റി അത് കുറച്ച് പെടയായിട്ട് മോഡിഫൈ ചെയ്തിട്ട് അവൻ്റെ മുമ്പിൽ ഷോ അടിച്ചാലാന്നാണ് ആലോചിച്ചിരിക്കണം കേസ്. ഓക്കെ, അതാണിപ്പോൾ ആകെയുള്ളൊരു വഴി എന്ന് പറയണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം കേസ്. ഓക്കെ, നമുക്ക് രാത്രി പോയി അടിച്ചു മാറ്റിയല്ല, രാത്രി എന്ന് വെച്ചാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയി അടിച്ചു മാറ്റാം. ഓക്കെ, 12 മണി ആയാലേ സീനുള്ളൂ. ഓക്കെ, നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോൾ കേസ് എന്തായാലും പോയി അടിച്ചു മാറ്റാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് എന്തായാലും വീട്ടിലിപ്പോൾ പോകണ്ട കേസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഒതുക്കാം. എന്നിട്ട് നമുക്ക് എന്തായാലും രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം. ഒരു 8 മണിയൊക്കെ ആവട്ടെ കേസ്, എന്നിട്ട് നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, കുറച്ച് നല്ല ടൈം ആവട്ടെ. ഓക്കെ, ഓക്കെ എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും കേസ് എന്തായാലും രാത്രിയായിട്ട് എന്തായാലും ഉണ്ട്. രാത്രി എന്ന് പറയുമ്പോൾ നല്ല രാത്രിയല്ല, ഏകദേശം ഒരു 7:45 അത്രയൊക്കെയാണ് കേസ്. ഓക്കെ, നമ്മളെന്താണ് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഫുള്ള് സെറ്റാക്കി നോക്കുന്നാലും കാണിക്കണം. ഓക്കെ, ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഏതാണ് പെടയായിട്ട് മോഡിഫൈ ചെയ്യണം. നമ്മുടെ ബെന്നി എന്നൊരു ആളുണ്ടല്ലോ, ഒരു മെക്കാനിക്ക്, സൂപ്പറായിട്ട് വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്ത് പൊളിയാക്കി തരൂലേ, ബെന്നീസ് വർക്ക്ഷോപ്പ് എന്നൊക്കെ ഒരു കടയായിട്ട്. ഓക്കെ, നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, ബെന്നിനോടെ പറഞ്ഞ് നമുക്ക് എന്തായാലും ആ വണ്ടി ഫുള്ളൊന്ന് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ പേരിലോട്ട് ആ വണ്ടി ആക്കാനുള്ള സെറ്റപ്പ് കൂടെ ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ വണ്ടി കാണിക്കണ സമയത്ത് അവന് ചിലപ്പോൾ ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവൻ്റെ റോൾസ് റോയ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട്, അവിടെ തന്നെ കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ വണ്ടികളൊക്കെ എവിടെയെങ്കിലും കൊണ്ടിടാം. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ഓണാക്കാം. നമുക്കെന്തായാലും ഒരു ഐഡിയ ഇവിടെ ഇട്ടാൽ അത്രയ്ക്ക് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് അത്യാവശ്യം സേഫൊക്കെയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ആർക്കും ഡൗട്ട് തോന്നാത്ത രീതിയിൽ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇടാം. ഓക്കെ, അകത്ത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് തോന്നും കേസ്. ഓക്കെ, കാരണം വെച്ചാൽ ഇതേപോലെ കള്ളന്മാർ വണ്ടി അടിച്ചു മാറ്റാൻ വരുമ്പോൾ കാറിലാണ് വരണമെങ്കിൽ അല്ല അവരെ സ്വന്തം വണ്ടിയിലാണ് വരണമെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ചിടും. പക്ഷെ ഇതിപ്പോൾ ഒളിപ്പിച്ചല്ല ഇട്ടിരിക്കണേ, സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അവരുടെ വണ്ടിയുടെ നമ്പർ അറിയാം. ഓക്കെ, നമ്പർ അറിയാനുള്ളതുകൊണ്ട് തന്നെയാണ് കുഴപ്പമാണ്. ഓക്കെ, അവ ചിലപ്പോൾ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും പോവാം. എങ്ങനെയെങ്കിലും ആ വണ്ടി അടിച്ചു മാറ്റണം, അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഓടിപ്പടച്ച് നേരെ പോവുകയാണെങ്കിൽ നല്ല രാത്രിയായിട്ടുണ്ട്. ഓക്കെ, ഒരു 8 മണിയൊക്കെ ആവറായിട്ടുണ്ട്. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണിയൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ട് ഏകദേശം 8 മണി ആവറായിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ ഇപ്പം ആരുമില്ല തുടങ്ങി ഇപ്പം കീ എടുത്താൽ നിന്ന് കഴിയാവും ചിലപ്പോൾ നമ്മളെ പിടിക്കും. വണ്ടി ലോക്കല്ലെങ്കിൽ പേടിക്കണ്ടാവും. നമുക്ക് പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്കാം. പ്ലീസ് വണ്ടി ലോക്കല്ല. ഞാൻ സത്യം പറഞ്ഞ ഈ വണ്ടി നമുക്ക് നേരത്തെ തന്നെ വണ്ടിയുടെ ലോക്കാവും മാറ്റിയായിരുന്നു. ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ലോക്ക് മാറ്റിയെന്ന് വെച്ചാൽ നേരത്തെ വണ്ടിയുടെ അകത്തുള്ള ആ സർട്ടിഫിക്കറ്റൊക്കെ ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നോക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചില്ലേ. ആ സമയത്ത് ഈ വണ്ടി അവൻ അൺലോക്കായി. അപ്പോഴാണ് കേസ് ഈ ഒരു വണ്ടി അവൻ തുറന്നത്. ഓക്കെ അപ്പോൾ അവൻ തുറന്നോടെ നന്നായി. ഓക്കെ അല്ലെങ്കിൽ നമുക്കിനി കീ എടുക്കാൻ പാടായിരിക്കും. ഓക്കെ കീ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് ചാടി കയറിയത്. ഇത് വെച്ചാൽ കൺവേർട്ടബിൾ ആണ്. ഓക്കെ റൂഫ് ഇടാനൊക്കെ പറ്റും. ഞാൻ ഇപ്പം റൂഫ് ഇടാൻ സമയമല്ലേ. നമുക്ക് ഇപ്പം വണ്ടി കൊണ്ട് കത്തിച്ചു വിടാം. എൻ്റെ അമ്മോ വണ്ടി കൊണ്ട് ഇടിക്കുകയാണ്. റോൾസ് റോയ്സ് ആണെന്ന് ഒരു ബോധം പോലും ഇല്ല നമ്മുടെ ഫ്രാങ്ക്ലിന്. ഗോൾഡൻ കൂടെ ആണ്. ഈ ഗോൾഡൊക്കെ ഉരുക്കി നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ഓക്കെ നമുക്ക് ഗോൾഡ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ നമുക്ക് ഏതെങ്കിലും കളർ മതി. ഓക്കെ നമുക്കിത് കൊണ്ട് നേരെ ബെന്നീസ് വർക്ക്ഷോപ്പിലോട്ട് ഇടാം. ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് ഇടാം. അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാം. ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് ഫുള്ളൊക്കെ മാക്സിമം ആക്കാം ഗൈസ്. ഓക്കെ അയ്യോ അടിപൊളി ഗൈസ്. ഒരു പോസ്റ്റ് ഇടിച്ച് വണ്ടി ഫുള്ള് തകർന്ന് തവിട് പൊടിയായിട്ടുണ്ട്. ഓക്കെ അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഈ വണ്ടിയെ റിപ്പയർ ചെയ്തെടുക്കാം. വണ്ടി ഫുള്ള് ചതങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അത് പൊളിയിട്ട് ഗൈസ് കുഴപ്പമില്ല. ഓക്കെ അതിൻ്റെ പാർട്സൊക്കെ ഇനി പോയെടുക്കണം. ഓക്കെ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. എന്നാലും ഈ വണ്ടിയൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ നമുക്ക് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ നമുക്ക് ഈ വണ്ടികളൊക്കെ ഇവിടെ ഇടാം. വെറ്റി ഇവിടെ ഉണ്ടാകുന്ന ഇറങ്ങണം, അല്ലെങ്കിൽ പണി പാടും. ഓക്കെ ഫുള്ള് തകർന്ന് പോയിട്ടുണ്ട്. ഇവൻ്റെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞ് തവിട് പൊളിയിട്ടുണ്ട്. ഓക്കെ അതൊന്നും കുഴപ്പമില്ല. ഓക്കെ ഈ ഗോൾഡൊക്കെ ഉരുക്കി നമുക്ക് കട്ടയാക്കിയിട്ടൊക്കെ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാം. അപ്പോൾ ഇഷ്ടംപോലെ ക്യാഷ് കിട്ടും. ഓക്കെ നമുക്ക് ഈ വണ്ടി വല്ല ബ്ലാക്ക് കളറോ വല്ല അടിക്കും. ഓക്കെ നമുക്ക് ബെറ്റിയുടെ കാര്യങ്ങളൊക്കെ കുറേ വണ്ടി ഫുള്ളായിട്ട് സെറ്റാക്കി എന്തായാലും എടുക്കാം ഗൈസ്. ഓക്കെ 2000 years later. ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് എന്തായാലും കുറേ നേരം എന്തായാലും നമ്മളെന്തായാലും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ അതേപോലെ തന്നെ ഗൈസ് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഓക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ ഞാൻ പിന്നെ ഒരു കാര്യം മറന്നു ഗൈസ്. ഞാൻ ഡ്രസ്സുകളൊക്കെ മാറാനായിട്ട് മറന്നുപോയി. ഞാൻ പിന്നെ എൻ്റെ ലെജൻഡറുകളൊക്കെ ഗൈസ് എടുത്തോണ്ടിരുന്നുണ്ട്. ഞാൻ അവരങ്ങനെ കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ CCTV വെച്ച് അവൻ കണ്ടുപിടിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ലെജൻഡറുകളൊക്കെ ഗൈസൊക്കെ എടുത്തോണ്ടത്. ഞാൻ എന്നിട്ട് കുറേ ഓഫീസുകളൊക്കെ ഇറങ്ങി ഫുള്ളായിട്ട് എല്ലാം സെറ്റായി അവൻ്റെ പേരുള്ള ആ സംഭവങ്ങളെല്ലാം എൻ്റെ പേരിലോട്ട് മാറ്റി ഈ വണ്ടി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗോൾഡെല്ലാം കട്ടാക്കി ബെന്നി സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ അതൊക്കെ നമ്മുടെ ഈ ബാഗിൻ്റെ അകത്താണ്. ഓക്കെ നമുക്ക് ഫസ്റ്റ് എന്തായാലും വീട്ടിൽ പോയി ഈ ബാഗൊക്കെ ഒന്ന് വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് എന്തായാലും അവരെ കാണിക്കാൻ പോകാം ഗൈസ്. ഓക്കെ ഫസ്റ്റ് ഒക്കെ എന്തായാലും വീട്ടിലെന്തായാലും പോയി ഫുള്ളൊന്ന് സെറ്റായിട്ട് എന്തായാലും വരാണ്. ഈ സമയം കിട്ടിയില്ല ഗൈസ്. ഓക്കെ ഫുള്ളായിട്ടൊക്കെ പോയി ഇപ്പോൾ 9 മണിയൊക്കെ ആയിട്ടാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും പോയിട്ടൊക്കെ ഫുള്ള് സെറ്റായിട്ട് വരാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ വണ്ടികളൊക്കെ ഓടിച്ചോടിച്ച് നമ്മളങ്ങനെ ഏകദേശം ഗൈസ് നമ്മളെന്തായാലും ലാമറിൻ്റെ വീട്ടിലുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് എൻ്റെ ഇവിടെ എൻ്റെ ഇൻറ്റീരിയർ പെടയാണ്. ഞാൻ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. സീറ്റ് കവർ ഉൾപ്പെടെ മാറ്റി. ഓക്കെ അവനൊരു സംശയം പോലും തോന്നല്ലോ. ഓക്കെ അവൻ്റെ വണ്ടിയാണ്. ഓക്കെ ഇതിൻ്റെ ഗോൾഡെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ട് എന്തായാലും ഉണ്ട്. അതൊക്കെ ഉരുക്കി കട്ടയാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ എന്നിട്ട് അതെല്ലാം ഞാൻ കൊണ്ടുവന്നാലും വിറ്റിട്ട് എന്തായാലും ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. ഓക്കെ അതൊക്കെ കൊണ്ട് വിൽക്കണം. ഓക്കെ നമുക്ക് കാണിച്ചു നോക്കാം. എന്തായാലും വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ലാമറിനെ വിളിക്കാം ഗൈസ്. ഓക്കെ ഇനിയിപ്പോൾ വണ്ടിയുടെ ആവശ്യമൊന്നും തന്നെയല്ല, നമുക്ക് വണ്ടി കിട്ടിയല്ലോ. ഓക്കെ പാവം ലാമർ. ഓക്കെ ഒരു കാര്യം ചെയ്യാം, അവനോട് പറഞ്ഞ് ഈ 2 ബൈക്ക് തരാൻ. ഓക്കെ എടാ ലാമറ ഇറങ്ങി വേടാ, സാധനം കൊണ്ടത്. എടാ ഫ്രാങ്ക്ലിന് നീ വന്നോടാ, മുത്തേ നീ വന്നോടാ. വല്ല അളിഞ്ഞ വണ്ടിയും കൊണ്ട് വല്ല ആയിരിക്കും വന്നത്, വല്ല പൊട്ട വണ്ടിയും കൊണ്ടായിരിക്കും വന്നത്. അതൊന്നുമല്ല, നീ ഇറങ്ങി വാ, വണ്ടിയാ നോക്ക്. മാരക വണ്ടിയാണ്. മാരക വണ്ടി വെച്ചാൽ മാരക വണ്ടിയാണ്. ഓ പിന്നെ മാരക വണ്ടി തേങ്ങ. പിന്നെ വാരിയുടെ കേക്കല്ലേ. അല്ല വെയിറ്റ് മിനിറ്റ്, എടാ ഫ്രാങ്ക്ലിന് എൻ്റെ കാർ എവിടെയാടാ? എടാ എനിക്ക് അപ്പോഴേ തോന്നണം നീ എനിക്ക് വണ്ടി ചിലപ്പോൾ അടിച്ചു വരുന്നത്. എടാ എൻ്റെ വണ്ടി എവിടെ മര്യാദയ്ക്ക് പറ. എടാ അതേ റോൾസ് റോയ്സ്. എടാ ഫ്രാങ്ക്ലിനെ നീ ഇങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എടാ കള്ള പന്നി, എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഗോൾഡ് ഫുള്ള് എവിടെയോ അടിച്ച് മാറ്റിയിട്ട് അതിന് കംപ്ലീറ്റ് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് വേറെ രീതിയിൽ ആക്കിയെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് പോടാണ്, ഇത് എൻ്റെ വണ്ടി. എടാ നീ എനിക്കിട്ട് പണിയാന്ന് ചേച്ചാ. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നല്ല ബുക്ക് പേപ്പറൊക്കെ എടുത്ത് നോക്കാം, അതേപോലെ നമ്പർ പ്ലേറ്റ് എല്ലാം നോക്കേ. ഇത് ഫുള്ള് ഞാൻ വാങ്ങിച്ച വണ്ടിയാണ്. സ്പെഷ്യലായിട്ട് ഇപ്പം തന്നെ ഇഷ്ടം പോലെ പൈസ കൊടുത്ത് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. അതറിയാമോ? നിന്റെ വണ്ടി വല്ലവരും അടിച്ചു വരി കൊണ്ട് എൻ്റെ കുഴപ്പമില്ല. വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഗോൾഡ് എടുക്കണം, പക്ഷെ അതൊക്കെ വീട്ടിൽ സൂക്ഷിക്കില്ല. അതൊക്കെ ഒരു ഗാരേജ് ഉണ്ടായിക്കൊണ്ടിടണം.
അല്ല പിന്നെ എനിക്കിപ്പോൾ അത് അറിയേണ്ട ആശയമാണ്. എനിക്കിപ്പോൾ നിൻ്റെ വണ്ടി വേണം, ആ റോൾസ് റോയ്സ്. ഞാൻ ഇതിൽ ജയിച്ച്. കാരണം ഇപ്പം നിൻ്റെ വണ്ടിയെക്കാളും ഏറ്റവും കൂടുതൽ പവർഫുൾ ആണുള്ളത് എൻ്റെ വണ്ടിയാണ്. എടാ ഫ്രാങ്ക്ലിൻ, എന്നാലും നീ പറഞ്ഞ ശരിയായിട്ടാ. എൻ്റെ വണ്ടിയുടെ ആ ഒരു എൻജിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള V8 സൂപ്പർ പവർ എൻജിനാണ് നിൻ്റെ വണ്ടിയിലുള്ളത്. അത് മാത്രമല്ല, നിൻ്റെ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് കൂടെയാണ്. പക്ഷെ എനിക്ക് എന്താണെന്നൊരു സംശയം വണ്ടി കണ്ടിട്ട്. അത് മാത്രമല്ല, സീറ്റ് കവർ എല്ലാം വേറെയാണ്. സോറടാ ഫ്രാങ്ക്ലിന്. എടാ ഫ്രാങ്ക്ലിന്, എൻ്റെ വണ്ടി അത് കിട്ടണടാ, എന്നിട്ട് ഞാൻ നിനക്ക് ആ വണ്ടി തരാം. അല്ലല്ല, എനിക്കതെന്നറിയണ്ടേ. എനിക്ക് ഒരു കാര്യം ചെയ്യും. എനിക്കിപ്പോൾ ഈ കവാസാക്കി നിഞ്ച, പിന്നെ ഈ ഒരു പുതിയ ടൈപ്പിലുള്ള ഈ ഒരു ഡ്യൂക്ക് മതി. ഇത് രണ്ട് മതി എനിക്ക്. അയ്യോ, അത് തരാൻ പറ്റില്ല. പോണാണെന്ന്. എനിക്ക് ഈ വണ്ടി വേണം. അല്ല വല്ല പിന്നെ ബെറ്റൊക്കെ വയ്ക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വെക്കണം. എന്തൊരു കാര്യം ചെയ്യും, നീ അതെടുത്തോ. പക്ഷേ എന്നാലും എൻ്റെ വണ്ടി ആരാന്ന് എടുത്തോണ്ട്? നീയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ വീട്ടിൽ CCTV ഉണ്ടല്ലോ, നീ നോക്കിക്കോ. CCTV അതിൽ ഞാനല്ല, അതിൽ വേറെ അവനായിരിക്കും. അല്ല പിന്നെ ചുമ്മാ എൻ്റെ വെക്കട്ടേറെ പറഞ്ഞു. ഓക്കെ, എന്നാൽ ശരിയടാ ലാബറ. എടാ, ഒരു ദിവസത്തേക്ക് എൻ്റെ ഈ റോൾസ് റോയ്സ് ഇവിടെ കിടക്കട്ടെ, ഞാൻ നാളെ വന്നെടുക്കാം. ഓക്കെ, ആടാ ഫ്രാങ്ക്ലിനെ. ഗൈസ്, നമ്മൾ നൈസായിട്ട് നമ്മുടെ ലാബറിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ട തന്നെ. ഓക്കെ, മരം മണ്ടെന്ന് വെച്ചാൽ മരം മണ്ടേ. ഓക്കെ, ഇത്രയും വിഡ്ഡിയായി പോയി ഗൈസ് ലാബർ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളെന്തായാലും തിരിച്ചെന്തായാലും വീട്ടിലോട്ട് എന്തായാലും പോവുകയാണ്. എനിക്കെന്താ അതിന് ആ വണ്ടി എടുത്തോണ്ടിരാൻ വയ്യ ഗൈസ്. ഓക്കെ, നമുക്ക് നാളെ എല്ലാം പോയി എടുക്കാം. നമുക്ക് പിന്നെ പുതിയതായിട്ടൊരു 3 വണ്ടികൾ കിട്ടി ഗൈസ്. അയ്യോ വീട്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാരണം. ഓക്കെ, ഇപ്പം ഇന്നത്തെ വീഡിയോസിൽ ഒരു ഫണ്ടി ആയിട്ടുള്ള ഒരു കിടിലൻ വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നാളെ എന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ചങ്ക് വെഡീസുകൾക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ. ബൈ.